ശൈത്താനം ഫഹുവ ലഹു കരീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് നീ അതിനെ വിട്ടുകളഞ്ഞാൽ അല്ലാഹ് ഇബ്ലീസിന്റെ കയ്യിൽ നിന്നെ കൊടുക്കുകയാ, ഇബ്ലീസിന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇബ്ലീസ് കൂടിക്കഴിഞ്ഞാൽ, ശൈത്താൻ നിന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടില്ലല്ലോ, പിന്നെ സർവ്വതും തകർന്നല്ലോ. അത് നിന്റെ നാശമാണല്ലോ, നിന്റെ നാശമാണല്ലോ. അതുകൊണ്ടാണ് പടച്ചവനെ പലരും ഇങ്ങനെ ആയിപ്പോയത്, പലരുടെയും ജീവിതം ഇങ്ങനെയായത്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പടച്ചവനെ മുസ്ലിമീങ്ങളെ മാത്രമല്ല, രോഗികളും പ്രായമുള്ളവരും എന്തിന് അമുസ്ലിമീങ്ങൾ പോലും നോമ്പ് പിടിക്കുമല്ലോ. ഈ പരിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോ അമുസ്ലിമീങ്ങൾ പോലും ഈ മാസത്തെ ആദരിക്കുമല്ലോ, ബഹുമാനിക്കുമല്ലോ. പക്ഷേ പ്രിയപ്പെട്ട മുസ്ലിമേ, പരസ്യമായി നിന്ന് സിഗരറ്റ് വലിക്കുന്ന അബൂബക്കറിനെ കാണാ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പേരിട്ടിട്ട് പരസ്യമായി വീടി വലിച്ചുകൊണ്ട് നടക്കുന്നവനെ കാണുമല്ലോ, പരസ്യമായി നിന്ന് കുടിക്കുന്നവനെ കാണുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹു അവനെ ഇബ്ലീസിനെ ഏൽപ്പിച്ചിരിക്കുകയാ. അവൻ ഇബ്ലീസിന്റെ അനുയായിയാ. കാരണം അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അവനെ ചിന്തിക്കാത്തവനോ, അതിനെ പരിഗണിക്കാത്തവനോ, അതിനെ നിസ്സാരമായി തള്ളുന്നവനോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇത് അല്ലാഹു തരുന്ന 7 ശിക്ഷകളാ. ഇത് നിസ്സാരമായി കാണല്ലേ, ഇത് നിസ്സാരമായി കാണല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്ക്. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമിനെ പാരായണം ചെയ്യൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടിനകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ തേങ്ങുമല്ലോ. ആ ഖുർആനിന്റെ കണ്ണുനീര് വീണാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെടില്ലല്ലോ, സർവ്വതും തകർന്നു പോകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പരിശുദ്ധമായ ഖുർആനെ പാരായണം ചെയ്യുന്ന വീടുകളാകൂ. ശഅബാനെത്തിയല്ലോ, റജബുന് ശഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് റജബ്. വശഅബാനു ശഹ്രീ, എന്റെ മാസമാണ് ശഅബാൻ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മാസം വന്നല്ലോ. പടച്ചവനെ, റമളാൻ വരികയല്ലോ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ എന്ന പൊടിയൊക്കെ തൂത്തുകളഞ്ഞ് ആ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് നമുക്ക് പാരായണം ചെയ്ത് നമ്മുടെ വീട് പ്രകാശിപ്പിച്ചുകൂടെ, നമ്മുടെ ജീവിതം പ്രകാശിപ്പിച്ചുകൂടെ, നമ്മുടെ ആഖിറം പ്രകാശിപ്പിച്ചുകൂടെ, നമ്മുടെ 6 അടി മണ്ണുന്നോ. പടച്ചവനെ, ഫുളൈലിനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളെ തന്റെ വരുതിയിൽ കൊണ്ടുവരുമായിരുന്നു, ശാരീരികമായി ബന്ധപ്പെടുമായിരുന്നു. അങ്ങനെ ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനാണ് ഫുളൈല്. അപ്പോഴാണ് പടച്ചറപ്പേ ഒരു സുന്ദരിയായ പെണ്ണിങ്ങനെ നടന്നു പോകുന്നു. ഫുളൈലിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു, ഫുളൈലിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആ പെണ്ണിന്റെ പുറകെ പോവുകയാ. തന്റെ ആഗ്രഹം പറഞ്ഞു നോക്കി, തന്റെ ആഗ്രഹം പറഞ്ഞു നോക്കി. പക്ഷേ പെണ്ണ് തയ്യാറാകുന്നില്ല, എന്ത് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. ഫുളൈലിന് വല്ലാത്ത ദേഷ്യമായി, ഫുളൈലിന് വല്ലാത്ത ദേഷ്യമായി. പടച്ചവനെ, പാതിരാത്രിയിൽ ആരും കാണാതെ വീടിന്റെ മതിൽ ചാടുകയാ. സുന്ദരിയായ പെണ്ണിന്റെ വീടിനകത്ത് കടന്നു ചെന്നു, വാതില് ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി. ആഗ്രഹം പറഞ്ഞു. പെണ്ണ് സഹകരിക്കാതെ വന്നപ്പോ ഫുളൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പെണ്ണിനെ പീഡിപ്പിക്കുകയാണ്. ആരോഗ്യമുള്ളവനാണ്. പടച്ചവനെ, ആ പെണ്ണിനെ അവിടെ നിന്ന് കീഴ്പ്പെടുത്തുകയാ. എന്നിട്ട് ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാ തയ്യാറെടുക്കുമ്പോ അവിടെ ആ പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി 2 കാലുകളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അടുത്ത വീട്ടിലിരുന്ന് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടിലിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുകയാ. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ ഇരുന്ന് പാരായണം ചെയ്യുകയാണ്. അപ്പോഴാണ് ആ പെണ്ണ് ചോദിക്കുന്നു, ഫുലൈലേ, കേട്ടില്ലേ ഫുലൈലേ, കേട്ടില്ലേ ഫുലൈലേ, നന്നാകാ സമയമായില്ലേ? അടുത്ത വീട്ടിലിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോ, ആയത്തിന്റെ അർത്ഥമോർത്തപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫുലൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നന്നായെന്ന് ചരിത്രം പറയുമ്പോ, ഇന്നടുത്ത വീട്ടിലെങ്ങാണം ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടാൽ ഇന്ന് കേൾക്കാറില്ലല്ലോ. കുറച്ചുവരെ ഒരു വീടിനകത്തും കേൾക്കാറില്ല. ഇന്ന് മഗ്രിബ് കഴിഞ്ഞ സീരിയലിന്റെ ശബ്ദമാ. എല്ലാവരും ടിവിയുടെ ഫ്രണ്ടിലാ. പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സീരിയലിന്റെ ഫ്രണ്ടിലിരുന്ന് കരയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, യാസീൻ ഓതേണ്ട സമയമല്ലേ, വാക്യ ഓതേണ്ട സമയമല്ലേ, സജദ ഓതേണ്ട സമയമല്ലേ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യേണ്ട സമയമല്ലേ, പടച്ചവനെ സൂറത്തുർ റഹ്മാൻ ഓതേണ്ട സമയമല്ലേ? ഇതിന്റെയൊക്കെ പ്രതിഫലം ചെറുപ്പകാലം മുതലേ പഠിച്ചവളല്ലേ? അല്ലാഹുവേ, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അറിയാത്ത ആരാവുള്ളത്, അറിയാത്ത ആരാവുള്ളത്? സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴാണ് പടച്ചവനെ സ്വഹാബത്ത് കടന്നു വരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അടങ്ങുന്ന സ്വഹാബത്ത് വരുന്നത്. പാവപ്പെട്ടവനാണല്ലോ. അവസാനം മരണത്തോട് മുന്നടിക്കുന്ന സ്വഹാബികളുടെ ചാരത്ത് ചെന്നിട്ട് കുറച്ചു പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഒന്നും നിങ്ങൾ കരുതി വെച്ചിട്ടില്ലല്ലോ, നിങ്ങളുടെ പെമ്മക്കളൊക്കെ വളർന്നു വരികയല്ലോ, അവരുടെ വിവാഹം നടത്തണമല്ലോ, അതുകൊണ്ട് ഈ പൈസ ഇന്നാ എന്ന് പറഞ്ഞു ഉസ്മാൻ തങ്ങൾ കൊടുക്കുമ്പോ സ്വഹാബി കരയുകയാ. സ്വഹാബി കരയുകയാ, ഉസ്മാനേ, എന്റെ പെമ്മക്കളുടെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത്, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താ അല്ലാഹു അവർക്ക് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ മക്കൾക്ക് ഞാൻ സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ മക്കൾ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരെ എങ്ങനെ കെട്ടിക്കുമെന്ന് എനിക്ക് പേടിയില്ല, എന്റെ കുടുംബം പട്ടിണിയാകുമെന്ന് എനിക്ക് പേടിയില്ല എന്ന് സ്വഹാബി വര്യനവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ഒന്ന് മഗ്രിബ് കഴിഞ്ഞ് വീടിനകത്ത് കയറി ചെന്നാ ഉമ്മ സീരിയല് കാണുകയാ. ഓരോ മൊബൈലെടുത്ത് വെച്ചുകൊണ്ട് ഗെയിം കളിക്കുന്ന മക്കളുണ്ട്. പടച്ചവനെ, കാർട്ടൂണ് കാണുന്ന മക്കളുണ്ട്. പാല് കുടിക്കുന്ന കുഞ്ഞുമെന്ന കാർട്ടൂണ് കാണുന്ന കാലമാ. എവിടെ ചെന്നാലും ഓരോ കുട്ടികളുടെ കയ്യിലും വലിയ വലിയ ഫോണുകളാ. കാലം ഇങ്ങനെ ആയിപ്പോയില്ലേ? അല്ലാഹുവേ, സൂറത്തുൽ മുൽക്ക് സാധാരണ സൂറത്തല്ലല്ലോ, 6 അടി മണ്ണിനകത്ത് പ്രകാശമാകുന്ന സൂറത്തല്ലേ, 6 അടി മണ്ണിനകത്ത് കൂട്ടുകാരനാകുന്ന സൂറത്തല്ലേ? ആ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിച്ചല്ലോ. എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും പാരായണം ചെയ്യാത്തത്? സൂറത്തു യാസീൻ ഓതണമല്ലോ. സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നിനക്ക് ജന്മം നൽകിയ അല്ലാഹു തന്ന ആയുസ് നിനക്ക് വേണ്ടി മാറ്റിവെച്ച നിന്റെ വാപ്പ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്തല്ലേ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മ കബറിലല്ലേ? അവർക്ക് നന്മ ചെയ്യാൻ പറ്റില്ലല്ലോ. ആ മരിച്ചുപോയവർക്ക് വേണ്ടി വീടിനകത്ത് മഗ്രിബ് കഴിഞ്ഞിട്ടിരുന്നൊരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ നിനക്ക് കഴിയാതെ പോയില്ലേ പെങ്ങള്?
സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുമല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്താ റഹ്മത്തിന്റെ മലക്കുകളാ വീട്ടിലേക്ക് വരുമല്ലോ, അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമല്ലോ. എന്തുകൊണ്ടാ ചിന്തിക്കാത്തത്? എന്തുകൊണ്ടാ ചിന്തിക്കാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിക്കണേ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കണേ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യണേ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണേ. അതുകൊണ്ട് ഈ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഇന്ന് വരെ കഴിഞ്ഞതൊക്കെ പോകട്ടെ, അള്ളാഹു പുറത്തേരുമാറാകട്ടെ, അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ഇത്രയും കാലം ചെയ്തതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ നിന്ന് ദുആ ചെയ്ത് അള്ളാഹുവിനോട് തൗബ ചെയ്ത് പിരിയാം. പക്ഷേ ഇന്നൊരു തീരുമാനമെടുക്കണം ഇൻഷാ അല്ലാഹ്. ഉസ്താദെ, ഇന്നു മുതൽ മരിക്കുന്ന കാലം വരെ ഓർമ്മയുള്ള കാലത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഞാൻ എടുക്കും, എല്ലാ ദിവസവും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഞാൻ എടുക്കും. 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഞാൻ ഖുർആൻ നോക്കി ഓതും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കും. 114 സൂറത്തിൽ ഏതെങ്കിലും ഒരു സൂറത്ത്, സൂറത്തുൽ ബഖറ വേണോ, സൂറത്തുൽ കൗസർ വേണോ, ഏത് വേണമെങ്കിലും ഓതാം. 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഖുർആൻ നോക്കി ഓതണം. കാണാതെ ആരും ഓതണ്ട. കാണാതെ ഓതുന്നതിനും കണ്ടു ഓതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾ ഖുർആൻ കാണാതെയാണ് ഓതുന്നതെങ്കിൽ ഓതിയ പ്രതിഫലം, പക്ഷെ ഒരാൾ ഖുർആൻ കണ്ടാണ് ഓതിയതെങ്കിൽ കണ്ടോതിയ പ്രതിഫലവും ഓതിയ പ്രതിഫലവും കിട്ടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? കുട്ടികളൊക്കെ ഒന്നും ഉണ്ടാതിരുന്ന പുറകിലുള്ളവർ പറ, ഓതിക്കൂടെ? ഉറക്കെ പറ. അല്ലാഹുവേ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നു, അവർക്ക് മരിക്കുന്ന സമയം ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. പോരാ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടി ഇതിനെക്കാളും തൊണ്ട പൊട്ടും. റോഡിൽ കൂടെ കടന്നിട്ട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരുത്തന് വേണ്ടി കടന്നിട്ട് പോവും. ഒരു കാര്യമില്ല ഞങ്ങളെ. ഓൻ നീ ആരാന്ന് ഓന് പോലും അറിയത്തില്ല, നീ ആരാണെന്ന് പോലും അവൻ അറിയത്തില്ല. അവന് വേണ്ടിയാ നീ കടന്ന് ജയ് വിളിക്കുന്നത്. പോയി ഫായിദാനിയെ, ഒരു പ്രയോജനമില്ല. ഇപ്പൊ ഒരു ഇൻഷാ അല്ലാഹ് പറ, മരിക്കുമ്പോഴെങ്കിലും ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? പറ്റത്തില്ല, ഉറക്കെ പറയണം. നീ തൊണ്ട പൊട്ടി മരിച്ച ഞാൻ ദുആ ചെയ്തോളാം, ഷഹീദിന്റെ കൂലി. ഈ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് നീ മരിച്ച ഞങ്ങളെല്ലാം കൂടി ഇവിടെ ഒരു ഹത്ത ഓതിക്കോളാം ഇൻഷാ അല്ലാഹ്. അതല്ല അത്രയും വലിയ പുണ്യല്ലേ? ഇത്രയും ഉസ്താദന്മാരില്ലേ? തൊണ്ട പൊട്ടിക്കിട്ട് മരിച്ച അല്ലാഹുവേ, ഇൻഷാ അല്ലാഹ് പറഞ്ഞു ഒരുത്തം മരിച്ചു പോയി, നീ സ്വർഗം കൊടുക്കണം, നീ ഞാൻ ദുആ ചെയ്തോളാം ഇൻഷാ അല്ലാഹ്. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി പറയാൻ നിനക്ക് മനസ്സ് വന്നില്ലെങ്കിൽ, ഞാൻ ഇത്രയും നേരം കടന്ന് ഏകദേശം മണിക്കൂറുകൾ ഞാൻ നിന്റെ മുന്നിൽ ഖുർആനിന്റെ മഹത്വം പറഞ്ഞിട്ടും നിനക്ക് നന്നാകാൻ തോന്നുന്നില്ലെങ്കിൽ, ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ പോലും നിന്റെ മനസ്സ് കഴിയുന്നില്ലെങ്കിൽ, നിനക്ക് ഞാനൊരു പ്രതിഫലം പറഞ്ഞു തരാം. നീ അത്ര അല്ലെ, മതവിളവെന്ന മതകളകിയ ആന വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കണമെന്ന് പറയത്തില്ലേ? അല്ലേ? അങ്ങനെ ചിലരുണ്ട്, മതകളകുന്ന ആര് വന്നാലും ഞാൻ അനങ്ങൂല. നിനക്ക് ഞാനൊരു പ്രതിഫലം പറഞ്ഞു തരാം. നീ എങ്ങനെ ചാകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹ് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്തെങ്കിലും നീ പാരായണം ചെയ്യുമെന്ന് പറയുമ്പോ ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ പോലും പറ്റാത്ത നീ, നിനക്ക് അല്ലാഹ് തരുന്ന നിന്റെ മരണം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു കാക്കുമാറാകട്ടെ. ആ ഓതാൻ തീരുമാനിച്ചവരൊക്കെ ഒന്ന് കൈവക്ക്. രണ്ടാമത് ചാൻസ് ഇല്ല, അതുകൊണ്ടാ. അൽഹംദുലില്ലാഹ്, എല്ലാരും കൈവക്കി. എന്നാലും പൊക്കാത്തവരുണ്ട്, എന്നാലും പൊക്കാത്തവരുണ്ട്. ഓൻ ഇനി പൊക്കാൻ ആര് വരുമോ? അല്ലാഹു അലം. ശൈത്താനെക്കാളും വലിയ ശൈത്താന്മാരുള്ള കാലവാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ശൈത്താനിനെക്കാളും വലിയ ഒരു ശൈത്താനുണ്ട്. ആരാന്നറിയോ? ഇബ്ലീസിനെക്കാളും വലിയ ഒരു ശൈത്താനുണ്ട്. ആരാ? പറയടോ. ചിലര് ജംറയിൽ പോയിട്ട് കല്ലെറിയും. ഇബ്ലീസിനെ ഇങ്ങനെ കല്ലെറിയുമ്പോ ഇബ്ലീസ് ചോദിക്കും, അളിയാ നീ എന്നെ അറിയുന്നോട്?
നമ്മൾ തമ്മിൽ ഇത് വേണോ അളിയാ? അതാ ചിലരുടെ അത് അത്രയ്ക്കും ബന്ധം. ഈ നരകത്തില് നാളെ പരലോകത്തെ നരകത്തിന്റെ മുന്നിൽ ഇബ്ലീസ് ഇങ്ങനെ ഇരിക്കുന്ന, നരകത്തിന്റെ മുന്നിൽ ഇബ്ലീസ് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇബ്ലീസിന്റെ കൂട്ടുകാർ വരുമ്പോ വാളിയെ കേറിക്കോ, ഞാൻ വരാം, നീ കേറിക്കോ, ഇങ്ങനെ വിളിച്ചു വിളിച്ച് കയറ്റി ഓരോരുത്തർ എല്ലാവരും ഇങ്ങനെ നരകത്തിലേക്ക് കയറ്റി വിടും. അപ്പൊ അവൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നാ പറയണം. ഇങ്ങനെ ഇരിക്കുമ്പോ ഫിർഔൻ ഇങ്ങനെ നടന്നു വരും. ആര്? ഫിർഔന്റെ പേര് കേൾക്കുമ്പോ എന്ത് പറയാനാ പഠിച്ചിട്ടുള്ളത്? റളിയല്ലാഹു അൻഹു. പിന്നെ മിണ്ടായിരിക്കണേ. ഫിർഔൻ ഇങ്ങനെ നടന്നു വരിക. ഫിർഔൻ ഇങ്ങനെ നടന്നു വരുമ്പോ ഇബ്ലീസ് എഴുന്നേറ്റ് നിൽക്കും. അത്ര ഇബ്ലീസ് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ഫിർഔൻ ചോദിക്കും, എന്തുവാടാ എന്നെ കണ്ടപ്പോ എഴുന്നേറ്റ്? നീ എന്നെ കളിയാക്കണോടാ? എന്നെ പിഴപ്പിച്ചത് നീ അല്ലേടാ? നീ അല്ലേടാ എന്നെ നശിപ്പിച്ച? നീ എന്നിട്ട് ഇപ്പൊ എന്നെ കളിയാക്കുന്നു. അപ്പൊ ഫിർഔനോട് പറയൂ അത്രേ, നിന്നെ നശിപ്പിച്ചതും പിഴപ്പിച്ചതൊക്കെ ഞാനായി. നരകത്തിൽ കിടക്കുന്ന ആൾക്കാരെ മുഴുവനും പിഴപ്പിച്ചത് ഞാൻ തന്നെ.